ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും പരിചിതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പേര് ഫിന്നി. ഞാൻ എഴുപുന്ന എന്ന് പറഞ്ഞ സ്ഥലത്ത്, എരമല്ലൂർ എഴുപുന്ന എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഹിന്ദി കൂട്ടായ്മ ഞങ്ങൾക്ക് ഉണ്ട്. ഹിന്ദി ആരാധന നടത്തി വരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളിൽ കർത്താവിന്റെ പ്രത്യേക നിയോഗപ്രകാരം അങ്ങനെ ഒരു കൂട്ടായ്മ ഇവിടെ ആരംഭിക്കുവാനായിട്ട് കർത്താവ് കൃപ ചെയ്തു. കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തിൽ ഒരു കൂട്ടായ്മ ഇവിടെ ആരംഭിച്ചു. ദൈവത്തിന്റെ വലിയ കൃപ എന്ന വണ്ണം അനേകര് കടന്നു വരികയും രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും ഇപ്പോഴും പുതിയതായി ആളുകൾ കടന്നു വരികയും വചനം കേൾക്കുകയും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നുകൊണ്ടും ഇരിക്കുന്നു. ആമേൻ. കർത്താവ് നടത്തുന്ന വലിയ ദൈവത്തിന്റെ കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ. നിങ്ങൾ ഓർക്കുമ്പോഴേക്കും വിഷയത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണമെന്നും ഞാൻ ഈ തരുണത്തിൽ ഓർപ്പിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഓൺലൈൻ മീറ്റിംഗ് ആണ്. ചില നമ്മൾ സാധാരണ എല്ലാവരെയും നേരിൽ കണ്ട് ഉള്ള ശുശ്രൂഷിച്ചിട്ടുള്ള പരിചയവും ഒക്കെ ആവുമ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ പ്രസംഗിക്കുന്നവർക്കും ഒരു ഡ്രൈ ആയിരിക്കും, കേൾക്കുന്ന നിങ്ങൾക്കും ഒരു ഡ്രൈ ആയിരിക്കും എന്നറിയാമെങ്കിലും കർത്താവിന്റെ വചനം ഓരോ ഹൃദയങ്ങളിലും ഇടപെടട്ടെ. കർത്താവ് നമ്മളോട് വ്യക്തിപരമായിട്ട് സംസാരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങളെങ്കിലും വാഴ്ത്തി സ്തുതിക്കുന്നു. കർത്താവ്, ഈ സമയം വരെയും ഞങ്ങൾക്ക് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ, ഞങ്ങളുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങളെ കൃപ ചെയ്തു ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവെ, അല്പസമയം കർത്താവെ ദൈവജനവുമായി ആമേൻ ഹല്ലേലൂയ ഞങ്ങളുടെ തിരുസന്നിധിയിൽ കടന്നു വരുന്ന കർത്താവിന്റെ സാന്നിധ്യം അടികളിൽ കൂടെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായി പരിശുദ്ധാത്മാവും ഞങ്ങളോട് ഓരോ വ്യക്തികളോട് കർത്താവ് ഇടപെടുമാറാകണമെന്ന് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആമേൻ. ഒരു മാനുഷിക ശബ്ദമല്ല, ആമേൻ ഹല്ലേലൂയ, ദൈവാത്മാവ് ആമേൻ ഞങ്ങളോട് ഓരോരുത്തരായി കർത്താവ് ഇടപെടുമാറാകണം. ചില വിടുതലുകൾ ആമേൻ കുടുംബങ്ങളിൽ വ്യക്തികൾ സംഭവിക്കാൻ കർത്താവ് ഇടയാക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സകല മാനവ മഹത്വമേക്ക് യേശുവിന്റെ നാമം ചോദിക്കുന്നു, സ്വർഗീയ പിതാവേ, ആമേൻ ഹല്ലേലൂയ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 15-16 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഞാൻ പ്രത്യാശയോട് പ്രത്യേകം പറഞ്ഞു, അധിക സമയം തരരുത്. കാരണം നമ്മൾ ഈ ഓൺലൈൻ ആയതുകൊണ്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് കൊണ്ട് വളരെ വേഗത്തിൽ തന്നെ എന്നെ ഏൽപ്പിച്ച ചില ദൈവിക ആലോചനകൾ നിങ്ങൾ ഭാഗവെച്ച് ഞാൻ ഇരിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 15-16 വാക്യങ്ങൾ ഞാൻ തന്നെ വായിച്ചോളാം. എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവരെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരുശലേമിലേക്ക് പോവുകയും ചെയ്യാതെ നേരെ അറബിയിലേക്ക് പോവുകയും ദമസ്കോസിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. ആമേൻ. എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് എന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം. ആമേൻ. നമുക്ക് വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് ഞാൻ വായിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്കറിയാം, ഗലാത്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ പശ്ചാത്തലത്തിലേക്ക് പോവുകയാണെങ്കിൽ പൗലോസ് ഈ ഗലാത്യർക്ക് എഴുതിയ ലേഖനം എഴുതുമ്പോൾ ഒരു പ്രത്യേകത അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, സാധാരണയായി പൗലോസ് ലേഖനങ്ങൾ എഴുതുമ്പോൾ ഒരു നീണ്ട ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നതും ഒരു ഗ്രീറ്റിംഗ്സ് കൊടുക്കുന്നതൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നീണ്ട ഒരു അഭിസംബോധന കൊടുക്കുന്നതും ചിലരോട് നന്ദി പറയുന്നതും ഒക്കെയായിട്ട് അങ്ങനെ ചില പ്രാർത്ഥനകളും ഒക്കെ നമുക്ക് ലേഖനങ്ങളുടെ തുടക്കത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ഗലാത്യ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ അങ്ങനെ ഒരു നീണ്ട ഒരു ഗ്രീറ്റിംഗ് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. ഒരു പെട്ടെന്ന് വളരെ ചുരുക്കത്തിൽ ഹ്രസ്വമായ ഒരു 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 മുഖവരയോട് കൂടെയാണ് ഗലാത്യ ലേഖനം ഇവിടെ തുടങ്ങുന്നത്.
അതിനൊരു പ്രത്യേക കാരണം അതിന് ആറാമത്തെ വാക്യത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. 1-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ തന്നെ അതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് ഏകദേശം മനസ്സിലാകുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു എന്ന്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഇവിടെ ഇത്രയും ചുരുക്കത്തിൽ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് വേഗത്തിൽ എന്തോ പറഞ്ഞ് വേഗത്തിൽ എന്തോ അവരെ അറിയിക്കുവാനുള്ള ഒരു ദൈവദാസന്റെ തിടുക്കമാണ് നമ്മൾ അവിടെ കാണുന്നത്. ഇവിടെ കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും പറഞ്ഞ് സമയം കളയാനോ കൂടുതൽ കാര്യങ്ങളൊക്കെ എഴുതി അതിനെ പൊലിപ്പിക്കാനോ ഒന്നുമുള്ള സമയമില്ല. ഇവിടെ ഒരു ക്രൂഷ്യൽ ടൈമിലേക്ക് ഒരു പ്രത്യേകമായ ഒരു അപകട അവസ്ഥയിലേക്ക് അവൻ ഒരു കൂട്ടം ആളുകൾ വന്നുവെന്ന് മനസ്സിലാക്കിയ പൗലോസ്, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഞാൻ പെട്ടെന്ന് പറയുകയാണ്, ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ, ആ വാക്കുകൾ എടുത്തെടുത്ത് നമ്മൾ പഠിക്കേണ്ടതാണ്, നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നുവെന്ന് അവന് പറയുന്നത്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. പെട്ടെന്നാണ് ഈ എഴുത്തിന്റെ ഉദ്ദേശത്തിലേക്ക് പൗലോസ് കടക്കുന്നത്. സാധാരണ പൗലോസിന് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് താൻ ഒരു പ്രത്യേകമായ കാര്യങ്ങൾ പറഞ്ഞു വന്ന് അതിന്റെ കാതലായ ഭാഗത്തേക്ക് വരുന്നതാണ് പലപ്പോഴും പല ലേഖനങ്ങളിൽ കാണുന്നതെങ്കിൽ ഇവിടെ പെട്ടെന്ന് തന്നെ തന്റെ എഴുത്തിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് 6-ാമത്തെ വാക്യത്തിൽ തന്നെ താൻ ഡയറക്റ്റ് ആയിട്ട് താൻ പറയുന്ന ഒരു ഭാഗമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. എന്തുകൊണ്ടാണ് ആമേൻ അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് കടക്കുവാനായിട്ട് ഇടയായി തീർന്നത്? ഞാൻ വളരെ ചിന്തിച്ച ഒരു ഭാഗമാണ്. ആമേൻ. നമുക്ക് വളരെ നന്നായിട്ട് അറിയാം, പൗലോസ് ഇവരെ നന്നായി പഠിപ്പിച്ചിട്ടുണ്ട്. ഇവർക്ക് രക്ഷ എന്താണെന്ന് അറിയാം. ആമേൻ. ആമേൻ, ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ ക്രൂശിന്റെ മരണമാണ് സകല പാപങ്ങൾക്ക് പരിഹാരമെന്നും ആമേൻ രക്ഷയ്ക്കായി ക്രിസ്തുവിൽ വിശ്വസിക്കുക മാത്രം മതിയെന്നും ആമേൻ, ഹല്ലേലൂയ, അതിന് പ്രവൃത്തികളുടെ ആവശ്യമില്ല എന്നും വളരെ വ്യക്തമായിട്ട് ഇവരെ പഠിപ്പിക്കുകയും അവരത് സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്തവരാണ്. ആമേൻ. ആമേൻ. ഏത് സുവിശേഷമാണോ പൗലോസ് അവരെ പഠിപ്പിച്ചത് ആ സുവിശേഷം വളരെ സന്തോഷത്തോടെ അക്സെപ്റ്റ് ചെയ്ത ഒരു ജനത. ആമേൻ. ഇപ്പോൾ പെട്ടെന്ന് അവൻ അതിവേഗത്തിൽ ഇവർ മറ്റൊരു സുവിശേഷത്തിലേക്ക് മാറിയിരിക്കുന്നു. ഈ മറ്റൊരു സുവിശേഷം എന്ന് പറയുന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ എടുത്തു പഠിക്കേണ്ട ഒരു ഭാഗമാണ്. ഈ സുവിശേഷം എന്ന് പറഞ്ഞാൽ സുവാർത്തയാണല്ലോ. അപ്പോൾ ആ സുവിശേഷം എന്ന് അവിടെ പറയുന്നതിന് ശരിക്കും പറയുന്ന ഒരു പ്രസക്തിയില്ല. കാരണം അവര് ദുരുപദേശത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്, അവർ ന്യായപ്രമാണത്തിലേക്ക് അവർ തിരിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് സുവാർത്തയല്ല, അതൊരു സുവിശേഷമല്ല. ആമേൻ, ഹല്ലേലൂയ. അതൊരു കൾട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയും അതാണ് ഇവിടെ കോറായിട്ട് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് സഭ കടക്കുന്നുവെന്ന് മനസ്സിലാക്കിയ ആമേൻ, ഹല്ലേലൂയ, പൗലോസ് വളരെ തിടുക്കത്തിൽ പറയുകയാണ്, ആമേൻ, നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നു. താൻ ആശ്ചര്യപ്പെടുന്നതിൽ തെറ്റൊന്നുമില്ല. ആമേൻ, ഹല്ലേലൂയ. ഇനി ഒന്ന് സമകാലികമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ. ആമേൻ, ഹല്ലേലൂയ. സഭയിൽ നമ്മൾ പറയുന്ന ദുരുപദേശങ്ങൾ പുറത്തു നിന്ന് വരുന്ന ദുരുപദേശങ്ങളല്ല, കൂടുതലായി അകത്തു നിന്നുള്ള ദുരുപദേശങ്ങൾ തന്നെയാണ്. നമ്മുടെ യുവാക്കളെ, നമ്മുടെ സഭ, പുതുതലമുറകളെ സഭയിൽ നിന്ന് അകറ്റിക്കളയുന്ന ഹല്ലേലൂയ, ഒരു കൂട്ടം ദുരുപദേശകന്മാർ നമ്മുടെ സഭയ്ക്കുള്ളിൽ തന്നെ ഉണ്ടെന്നുള്ള വാസ്തവം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ആമേൻ, ഹല്ലേലൂയ. താൻ വിശ്വസിച്ചിരുന്നത്, പൗലോസ് വിശ്വസിച്ചിരുന്നത്, ഇവർ ഈ സുവിശേഷത്തെ, പൗലോസ് പറഞ്ഞ സുവിശേഷത്തെ ഇവർ അക്സെപ്റ്റ് ചെയ്തു, ഇവർ അംഗീകരിച്ചു, സന്തോഷത്തോടെ സ്വീകരിച്ചു, ഇവർ ഓക്കെ ആണെന്ന് താൻ വിശ്വസിച്ചു. താൻ സമാധാനത്തോടെ ഇരിക്കുമ്പോഴാണ് തനിക്ക് ഇങ്ങനെ ഒരു കേൾവി തനിക്ക് ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ആമേൻ, ഹല്ലേലൂയ. പൗലോസിന് വേണമെങ്കിൽ, ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, പൗലോസിന് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാമായിരുന്നു. ഞാൻ അവരോട് പറയാനുള്ളതൊക്കെ പറഞ്ഞു, ഞാൻ അവരോട് പറയാനുള്ള സുവിശേഷമൊക്കെ പറഞ്ഞു, എല്ലാം പറഞ്ഞു തീർന്നതാണ്. ഇനി അവരുടെ ഇഷ്ടമാണ്, വേണമെങ്കിൽ അവർ നന്നായിട്ട് ജീവിക്കട്ടെ, എന്ന് വേണമെങ്കിലും വിചാരിച്ച് പൗലോസിന്റെ വഴിക്ക് പോകാമായിരുന്നു, അടുത്ത ശുശ്രൂഷയിലേക്ക് കിടക്കാമായിരുന്നു, വേറെ ശുശ്രൂഷയുടെ മുഖത്തേക്ക് തനിക്ക് മാറാമായിരുന്നു. പക്ഷേ താൻ അത് അറിഞ്ഞ സമയത്ത് വളരെ വേഗത്തിൽ ഈ ഗലാത്യർക്ക് താൻ ഒരു ലേഖനം എഴുതിയിട്ട് താൻ പറയുകയാണ്, അതിനെ അവെയർ ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ ഇവിടെ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. എന്റെ വിഷയം ഇതല്ലല്ലോ. ഞാൻ ഈ വിഷയത്തിലേക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. നമുക്കറിയാം, ഈ ഗലാത്യ ലേഖനത്തിലെ 1-ാം അധ്യായവും 2-ാം അധ്യായവും ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ പൗലോസ്
സാക്ഷ്യം, തന്റെ ജീവിതത്തിന് ചില സാക്ഷ്യങ്ങൾ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അത് 12 വാക്യങ്ങൾ മുതൽ താഴേക്ക് വായിക്കുമ്പോൾ തന്റെ സാക്ഷ്യത്തെയാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ആ സാക്ഷ്യത്തിന്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. 16 വാക്യങ്ങൾ. ഞാൻ 16 വാക്യങ്ങൾ ആദ്യം വായിപ്പിച്ചത് 13, 14, 15, 16 വാക്യങ്ങളാണ് ഞാൻ വായിക്കുവാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. അത് 15, 16 വായിച്ചത് അത് വായിച്ചിട്ട് 13, 14 പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. എങ്കിലും 15, 16 ഇങ്ങനെയാണ് എഴുതി: എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവൻ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ. എങ്കിലും എന്ന വാക്ക്, ഹല്ലേലൂയ. ആ എങ്കിലും എന്ന വാക്കിനവിടെ പ്രസക്തി വരണമെങ്കിൽ, എങ്കിലും എന്ന വാക്കിന് പ്രസക്തി വരണമെങ്കിൽ 13, 14 വാക്യങ്ങൾ നമ്മൾ വായിക്കുക. യഹൂദമതത്തിലെ എന്റെ മുമ്പത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിന്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ചു മുടിക്കുകയും എന്റെ പിതൃപാരമ്പര്യത്തെ കുറിച്ച് അത്യന്തം എരിവേറി എന്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദമതത്തിൽ അധികം മുതിരുകയും ചെയ്തു പോന്നു. അപ്പോൾ തന്റെ സാക്ഷ്യം പറയുകയാണ്. താൻ ആദ്യം പറയുന്ന സാക്ഷ്യം ഇതാണ്: യഹൂദമതത്തിലെ എന്റെ മുമ്പത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ. എന്റെ നടപ്പ് എന്തായിരുന്നുവെന്നും എന്റെ ഉദ്ദേശം എന്തായിരുന്നുവെന്നും ഞാൻ എങ്ങനെ ഉള്ളവനായിരുന്നുവെന്നും ഞാൻ എന്ത് ചെയ്യാൻ ആഗ്രഹിച്ചവനായിരുന്നുവെന്നും നിങ്ങൾക്ക് വ്യക്തമായി അറിയാമല്ലോ. ഹല്ലേലൂയ. അത് പറഞ്ഞിട്ട് താൻ പറയുകയാണ്: എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച ഞാനായിരുന്ന എന്റെ മേഖലകൾ നിങ്ങൾക്ക് നന്നായി അറിയാമല്ലോ. ഞാൻ എന്താണ് ഉദ്ദേശിച്ചിരുന്നതെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാമായിരുന്നല്ലോ. എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. എന്താണ് ഇങ്ങനെ പറയുന്നത്? എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ചിരിക്കുന്ന നമ്മൾ കാണുന്ന പൗലോസിനെ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് വിളിച്ചു വേർതിരിച്ചൊരു പൗലോസിനെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. എന്നാൽ പൗലോസ് പറയുകയാണ്: ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ചല്ല എന്നെ കണ്ടത് എന്റെ ജനനം മുതലാണ്. ഹല്ലേലൂയ. എന്നെ കണ്ടത് എന്റെ ജനനം മുതലാണ്, ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ചല്ല. നമ്മൾ കാണുന്ന പൗലോസിനെ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ചാണ് നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ. എന്നാൽ നമ്മളെ കാണുന്നത് ഹല്ലേലൂയ, കർത്താവ് കാണുന്നത് തന്റെ ജനനം മുതൽ ഹല്ലേലൂയ, തന്റെ ജനനം മുതൽ പൗലോസ് കാണുകയാണ്. ഹല്ലേലൂയ. അതില് ചില ഇംഗ്ലീഷ് പരിഭാഷകൾ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്: സെറ്റ് മീ അപ്പാർട്ട് ഫ്രം മൈ മദേഴ്സ് വൂംബ്. ഞാൻ എന്റെ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ മുതൽ എന്നെ തിരഞ്ഞെടുത്തു. എന്റെ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ മുതൽ എന്നെ തിരഞ്ഞെടുത്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷനിൽ കൊടുത്തിരിക്കുന്നത് ബിഫോർ ഐ വാസ് ബോൺ. ഞാൻ ജനിക്കുന്നതിന് മുൻപേ ഹല്ലേലൂയ. വചനം പറയുന്ന പോലെ ഞാൻ എന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ. ഹല്ലേലൂയ. ഇവിടെ NIV കൊടുത്തിരിക്കുന്നത് സെറ്റ് മീ അപ്പാർട്ട് ഫ്രം മൈ മദേഴ്സ് വൂം. എന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായിരിക്കുമ്പോൾ തന്നെ, എന്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവായിരിക്കുമ്പോൾ തന്നെ. ഹല്ലേലൂയ. അപ്പോൾ പൗലോസ് പറഞ്ഞത് എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ചു എന്നാണ്. എന്നാൽ ചില വേർഷൻ കൊടുത്തിരിക്കുന്നത് എന്റെ അമ്മയുടെ ഉദരത്തിൽ എന്നെ ഹല്ലേലൂയ ആയിരിക്കുമ്പോൾ തന്നെ എന്നെ വേർതിരിച്ച ദൈവം. ദൈവമക്കളെ, ഹല്ലേലൂയ. നമ്മെ വിളിച്ചതും നമ്മെ വേർതിരിച്ചതും നമുക്ക് പറയാൻ പല അനുഭവങ്ങളുണ്ട്. നമുക്ക് പറയുവാൻ പല സാക്ഷ്യങ്ങളുണ്ട്. നമുക്ക് പറയുവാൻ പല പോയിന്റുകളുണ്ട്. ഞാൻ ഇന്ന സമയത്താണ് രക്ഷിക്കപ്പെട്ടതെന്നും ഇന്ന സമയത്താണ് എന്നെ കർത്താവ് വിളിച്ചു വേർതിരിച്ചതെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിന്റെ പുറകിലെ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്: കർത്താവ് നമ്മെ വിളിച്ചത് രക്ഷിക്കപ്പെട്ട ആ ദിവസമല്ല. ഹല്ലേലൂയ. കർത്താവ് നമ്മെ വേർതിരിച്ചത് ഏതെങ്കിലും ഒരു പോയിന്റ്, ജീവിതത്തിലെ ഏതെങ്കിലും ഒരു പോയിന്റിലല്ല. കർത്താവ് നമ്മെ വേർതിരിച്ചത് നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നാം ആയിരിക്കുമ്പോൾ തന്നെ നമ്മെ വിളിച്ചു വേർതിരിച്ചവനായ കർത്താവാണ് കർത്താവ്. ഹല്ലേലൂയ. താൻ അത്രയും ഈ പറയുന്ന സാഹചര്യമോടെ വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എവിടെ നിന്നാണ് താൻ ഈ ഭാഗത്തെ കുറിച്ച് പറഞ്ഞ് ഇവിടേക്ക് വരുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഇവിടെ ഗലാത്യർക്ക് വേണ്ടിയിട്ട് ഹല്ലേലൂയ മറ്റൊരു സുവിശേഷത്തിലേക്ക് മാറിയ വ്യക്തികളോട് ഇത് സംസാരിച്ചിട്ട് തന്റെ സാക്ഷ്യത്തിലേക്ക് താൻ കയറുമ്പോൾ താൻ പറയുന്ന ഒരു കാര്യമുണ്ട്: ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത് നിങ്ങൾ
കാണിക്കുന്നത് പോലെ എനിക്ക് കാണിക്കാൻ അറിയാമായിരുന്നു. ഞാൻ അങ്ങനെ കാണിച്ചു കൊണ്ടിരുന്നവനാണ്. ഞാൻ ആ ന്യായപ്രമാണത്തിൽ വിശ്വസിച്ചിരുന്നവനാണ്. അതാണ് ദൈവസേവ എന്ന് വിശ്വസിച്ച് സഭയെയും ദൈവമക്കളെയും ഉപദ്രവിച്ചിരുന്നവനാണ് ഞാൻ. ഹല്ലേലൂയ. എനിക്ക് വേണമെങ്കിൽ അതാകാമായിരുന്നു. പക്ഷേ എന്റെ സാക്ഷ്യം നിങ്ങൾ കേൾക്കണമേ. എന്നെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. ഹല്ലേലൂയ. എന്നെ വേർതിരിച്ചത് എന്റെ ജനനം മുതലായതുകൊണ്ട്, എന്നെ വിളിച്ചു വേർതിരിച്ചത് എന്റെ ജനനം മുതലായതുകൊണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇപ്പോഴും ആ ദൈവകൃപയിൽ നിലനിൽക്കുന്നുവെന്ന് പൗലോസ് പറയുന്ന ഒരു ഭാഗമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിന്റെ വിളി എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയ പൗലോസ്, ദൈവത്തിന്റെ വിളി എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയ പൗലോസ്, അത് തന്നെ എപ്പോൾ മുതലാണ് തന്നെ വിളിച്ചതെന്ന് മനസ്സിലാക്കിയ പൗലോസ്. ഹല്ലേലൂയ. നമ്മളൊക്കെ കർത്താവ് നമ്മൾ സാക്ഷ്യം പറയുമ്പോൾ പലപ്പോഴും നമ്മൾ പറയുന്നത് കർത്താവിനെ ഇന്ന സമയത്ത് വിളിച്ചു, ആ സമയത്താണ് ആ കർത്താവിനെ വിളിച്ചു വേർതിരിച്ചതെന്നൊക്കെ നമ്മൾ വളരെ സാക്ഷ്യമായിട്ട് വളരെ ഉത്സാഹത്തോടു കൂടെ നമ്മൾ പറയുമ്പോൾ ഹല്ലേലൂയ, ഈ സത്യാവസ്ഥ മനസ്സിലാക്കുന്ന മനുഷ്യൻ പറയുകയാണ്, എന്നെ വിളിച്ചത് ഇപ്പോഴൊന്നുമല്ല, എന്നെ വേർതിരിച്ചത് ഇപ്പോഴല്ല, എന്റെ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ, എന്റെ ജനനം മുതൽ എന്നെ വിളിച്ച് വേർതിരിച്ച കർത്താവ്. ഹല്ലേലൂയ. മറ്റൊരു കാര്യം ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. താൻ സഭയെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുമ്പോഴും, ദൈവമക്കളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുമ്പോഴും കർത്താവിന്റെ വിളി അവന്റെ മേൽ കിടപ്പുണ്ട്. ഹല്ലേലൂയ. അത് താൻ അറിയുന്നില്ല. ഹല്ലേലൂയ. തനിക്കത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. അതാണ് താൻ പറഞ്ഞത്. ഹല്ലേലൂയ. എന്റെ ജനനം മുതൽ. എപ്പോഴാ പറയുന്നതെന്ന് അറിയാമോ? ഹല്ലേലൂയ. ഈ ഒരു സാഹചര്യത്തിലാണ് പറയുന്നതെന്ന് ആലോചിച്ചോണം. താൻ വ്യക്തമായി പറയാ, ദമസ്കോസിൽ വെച്ചല്ല. ഹല്ലേലൂയ. ദമസ്കോസിൽ വെച്ച് എനിക്ക് സംഭവിച്ചത് എന്നെ ഈ കർത്താവിന്റെ പദ്ധതിയിലേക്ക് എന്നെ ഇടുവാൻ വേണ്ടിയിട്ട് കർത്താവ് ഒരു മുഖാന്തരം ഒരുക്കിയത് മാത്രമാണ്. കർത്താവ് ഒരു വഴി കൊണ്ടുവന്നത് മാത്രമാണ്. എന്നെ ഇപ്പോഴല്ല വിളിച്ചത്. എന്നെ വിളിച്ചത്, എന്നെ വേർതിരിച്ചത് ഹല്ലേലൂയ. ആ ജനനം മുതൽ എന്നെ വേർതിരിച്ചവനായ കർത്താവാണ്. ഹല്ലേലൂയ. ഇവനെ വേർതിരിക്കുന്ന സമയത്തും കർത്താവിന്റെ വിളി ഇവന്റെ മേൽ ഉള്ള സമയത്തും ഹല്ലേലൂയ, പൗലോസ് ജനങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്, സഭയെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്, ദൈവദാസന്മാരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇടയിൽ നമ്മൾ പലരെയും നോക്കിയിട്ട് നമ്മൾ പറയും, ഇവരൊന്നും ശരിയാകിയല്ല. ഹല്ലേലൂയ. ഇവരൊന്നും നന്നായി വരികയില്ല, ഇവരൊക്കെ പോയതാണ്. ഹല്ലേലൂയ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കോണം, നമുക്കറിയില്ല, അവനും അറിയില്ല. ഹല്ലേലൂയ. കർത്താവ് ഇവനെ ജനനം മുതൽ കണ്ടിരിക്കുന്നതാണ്. ഹല്ലേലൂയ. ജനനം മുതൽ ഇവനെ വേർതിരിച്ചതാണ്. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു സാഹചര്യം വരും, ഏതെങ്കിലും ഒരു ദമസ്കോസിന്റെ പടിവാതിൽ വരും. ഹല്ലേലൂയ. കർത്താവ് അവിടെ വെച്ച് കണ്ണുകളെ തുറക്കും. ഹല്ലേലൂയ. അവിടെ വെച്ച് നിന്റെ കണ്ണുകളെ തുറപ്പിക്കും. ഹല്ലേലൂയ. ഏത് പോയിന്റിലാണ്, എപ്പോഴാണ് ഇത് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കും നിങ്ങൾക്കും അറിയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ഇടയിലുള്ള ഒരു വ്യക്തിയെ പോലും കുറച്ചു കാണരുത്. പ്രത്യേകിച്ച് ഹല്ലേലൂയ, നമുക്കറിയാം നോർത്ത് ഇന്ത്യൻ പ്രദേശങ്ങളിലൊക്കെ ദൈവദാസന്മാരെ ഭയങ്കരമായി പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന വലിയൊരു കൂട്ടം ആളുകളെ നമുക്ക് അറിയാമല്ലോ. ഹല്ലേലൂയ. അവനൊക്കെ രണ്ട് രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ. അവരെയൊക്കെ കർത്താവെ മടക്കി കൊണ്ടുവരണേ, അവരെയൊക്കെ സുവിശേഷത്തിലേക്ക് കൊണ്ടുവരണേ എന്ന് പ്രാർത്ഥിക്കുന്നവരുമുണ്ട്, അല്ലെ? അവരെയൊക്കെ ദൈവസ്ഥലത്തിൽ കൊണ്ടുവരണേ എന്ന് പ്രാർത്ഥിക്കുന്നവരുമുണ്ട്. തിരിച്ച് പ്രാർത്ഥിക്കുന്നത്, ഇവന്റെയൊക്കെ തലയിൽ ഇടിത്തി വീഴണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുമുണ്ട്. ഇവനൊക്കെ നശിച്ചു പോകണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുമുണ്ട്. ഹല്ലേലൂയ. പക്ഷേ അങ്ങനെ പ്രാർത്ഥിക്കാൻ വരട്ടെ, നമുക്കറിയില്ല. ഹല്ലേലൂയ. ഇപ്പോൾ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നവനെ ഒരു പക്ഷേങ്കിൽ കർത്താവ് കണ്ടിരിക്കുന്നവനായിരിക്കും, കർത്താവ് വേർതിരിച്ചവനായിരിക്കും. ഹല്ലേലൂയ. നമുക്കറിയില്ല. കർത്താവ് നമ്മുടെ ഉദരത്തിൽ നമ്മുടെ ഹല്ലേലൂയ അമ്മയുടെ ഉദരത്തിൽ തന്നെ, ജനനത്തിൽ തന്നെ നമ്മെ വേർതിരിച്ച കർത്താവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു വ്യക്തിയെ നമ്മൾ കുറച്ച് കാണരുതേ. അവൻ ഉപദ്രവിച്ചോട്ടെ. ഹല്ലേലൂയ. അവൻ ചെയ്യുന്നതൊക്കെ ചെയ്തോട്ടെ. പക്ഷെ ഏതെങ്കിലും ഒരു ദമസ്കോസിന്റെ പടിവാതിൽ വെച്ച് അവനും പിടിക്കപ്പെടും. ഹല്ലേലൂയ. അവിടെ എവിടെയെങ്കിലും വെച്ച്, ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് കർത്താവ് അവനെ പിടിക്കും. കർത്താവ് കണ്ടിട്ടുണ്ടെങ്കിൽ, കർത്താവിന്റെ പദ്ധതിയിൽ പെട്ടവനാണെങ്കിൽ, കർത്താവ് വിളിച്ചു വേർതിരിച്ചവനാണെങ്കിൽ, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവൻ പിടിക്കപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഒരിക്കലും ഇങ്ങനെ ഒരു വ്യക്തി ഹല്ലേലൂയ ഇങ്ങനെ സുവിശേഷത്തിന് വേണ്ടി നിലകൊള്ളുമെന്നും കർത്താവിന് വേണ്ടി ഇങ്ങനെ കഷ്ടത അനുഭവിക്കാൻ വേണ്ടി ഈ വ്യക്തിയെ തന്നെ തെരഞ്ഞെടുക്കുമെന്നും ഒരു വ്യക്തി പോലും ചിന്തിച്ചിട്ടില്ല. പോട്ടെ, പൗലോസ് പോലും ഒരിക്കൽ പോലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവുകയില്ല. ഹല്ലേലൂയ. കർത്താവ് പറയുന്നുണ്ട്, അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അനന്യാസിനോട് പറയുന്ന ഒരു ഭാഗമാണ്. ഹല്ലേലൂയ. നീ പോക,
അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്ക് മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. ആമേൻ, ഹല്ലേലൂയ. പൗലോസിനെ കാണുവാൻ ആമേൻ അനന്യാസിനോട് കർത്താവ് പറഞ്ഞിട്ട് ആമേൻ നീ പോ. ആമേൻ, ഹല്ലേലൂയ. അവന് ചെറിയ അവൻ ആശങ്കയുണ്ട്. ആരുടെ അടുത്തേക്കാ പോകുന്നത്? ആമേൻ, ചെറിയൊരു ആശങ്കയുണ്ട്. കർത്താവ് പറയുകയാണ് നീ പോയിക്കോ. ആമേൻ, ഹല്ലേലൂയ. ഇത് ചെറിയ പുള്ളിയല്ല ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. നിങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്നത് ആമേൻ, ഹല്ലേലൂയ, ഇവൻ ഒടുങ്ങി പോകട്ടെ എന്ന് നിങ്ങൾ വിചാരിച്ചു കാണുമായിരിക്കും. ഇവൻ നശിച്ചു പോകട്ടെ എന്ന് നിങ്ങൾ വിചാരിച്ചു കാണുമായിരിക്കും. നിങ്ങൾ പല പ്രാവശ്യം പ്രാർത്ഥിച്ചു കാണുമായിരിക്കും. ഇങ്ങനെ ഒരു വ്യക്തി ഈ ഭൂമിയിൽ ജീവിച്ചില്ലായിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നുവെന്ന് നമ്മൾ വിചാരിച്ചു കാണുമായിരിക്കും. എന്നാൽ കർത്താവ് പറയുക നീ പോ. അവൻ എന്റെ നാമം യേശുവിന്റെ നാമം ആമേൻ അവൻ ഉപദ്രവിക്കുന്ന ആമേൻ, ഹല്ലേലൂയ, ആ യേശുവിന്റെ നാമം സകല ജാതികൾക്കും ആമേൻ രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്ക് മുമ്പിൽ വഹിപ്പാൻ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു അവൻ. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് ആരെ തെരഞ്ഞെടുത്തിരിക്കുന്നത് നമുക്കറിയില്ല. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, കർത്താവ് ആമേൻ ഉപയോഗിക്കുവാൻ വെച്ചിരിക്കുന്ന പാത്രങ്ങളെ ആമേൻ നമുക്കറിയില്ല. ആമേൻ, ഹല്ലേലൂയ. ഞാൻ അവനെ ഉപയോഗിക്കുവാൻ വെച്ചിരിക്കുന്ന പാത്രമാണ്. നീ ചെല്ല്. ആമേൻ, ഹല്ലേലൂയ. നീ ചെല്ല് എന്ന് പറയുന്ന ഭാഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആമേൻ, ഹല്ലേലൂയ. പൗലോസ് ലേഖനത്തിൽ പൗലോസും ഇങ്ങനെ അവൻ പറയുന്നുണ്ടല്ലോ. അവൻ ഈ പാത്രം മൺപാത്രമാണെന്ന് പൗലോസ് തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇതൊരു മൺപാത്രമാണെന്ന് പൗലോസ് സമ്മതിക്കുന്നുണ്ട്. കർത്താവ് ഉപയോഗിക്കുവാൻ വെച്ചിരിക്കുന്ന അവൻ പാത്രമാണ്. കർത്താവ് നമ്മളെ ഏത് രീതിയിലാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയില്ല. അവന് ഇഷ്ടമുള്ള രീതിയിൽ അവൻ ഉപയോഗിക്കും. ആമേൻ, ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ അവൻ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അവൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണല്ലോ. കുശവന്റെ വീട്ടിൽ ചെന്ന് അവൻ യിരെമ്യാവിനോട് നീ കുശവന്റെ വീട്ടിൽ ചെല്ലുക. അവൻ അവിടെ ചെന്ന് കുശവൻ പാത്രം ഉണ്ടാക്കുന്നത് അവൻ അത് കണ്ട് കുശവൻ അത് ചീത്തയായി പോയ പാത്രത്തെ ഉടച്ച് വീണ്ടും നല്ലൊരു പാത്രം എന്ന് പറഞ്ഞാൽ തനിക്ക് തോന്നിയതുപോലെ നല്ലൊരു പാത്രമാക്കി മാറ്റി. ആമേൻ, നാം എങ്ങനെയുള്ളവരായിക്കൊള്ളട്ടെ. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ ഉപദ്രവിക്കുന്നവരായിക്കൊള്ളട്ടെ, നല്ലവരായിക്കൊള്ളട്ടെ, എങ്ങനെയുള്ളവരായിക്കൊള്ളട്ടെ, പക്ഷെ കർത്താവിന് തോന്നിയതുപോലെ നമ്മളെ പാത്രമാക്കി മാറ്റും. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ചിന്തിക്കുന്ന രീതിയിലല്ല, ആമേൻ, ഞാൻ വിചാരിക്കുന്ന രീതിയിലല്ല. കർത്താവിന് എങ്ങനെയാണോ നമ്മളെ ഉപയോഗിക്കുവാൻ കർത്താവ് താല്പര്യപ്പെടുന്നത്, ഏത് രീതിയിലാണോ കർത്താവ് നമ്മളെ പ്രയോജനപ്പെടുത്തുവാൻ താല്പര്യപ്പെടുന്നത്, ആ രീതിയിലുള്ള പാത്രമാണ് കർത്താവ് നമ്മളെ ആക്കുന്നത്. കുശവന്റെ കയ്യിലിരിക്കുന്ന പാത്രം, കുശവൻ ഉണ്ടാക്കുന്ന പാത്രങ്ങൾ ആമേൻ, ഹല്ലേലൂയ, പല നിലവാരത്തിലുള്ള പാത്രങ്ങളാണ്. ഒരു കുശവനും ഒരേ രീതിയിലുള്ള പാത്രങ്ങൾ ആർക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കില്ല. ഒരു കുശവന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരേ സൈസിലുള്ള പാത്രങ്ങൾ മാത്രമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കത്തില്ല. ഒരു നൂറുകണക്കിന് പല വ്യത്യസ്തമായ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന, പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പാത്രങ്ങളെയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അത് കുശവന്റെ ഇഷ്ടമനുസരിച്ച് ചെയ്തതാണ്, കുശവന്റെ താല്പര്യമനുസരിച്ച് ചെയ്തതാണ് എന്ന് പറഞ്ഞതുപോലെ കർത്താവ് ഇടിയിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഒരേപോലെ ഉണ്ടാക്കിയ പാത്രമല്ല. എല്ലാവരും വ്യത്യസ്തമായി ഉണ്ടാക്കിയെടുത്ത പാത്രമാണ്. ഹല്ലേലൂയ. ഉടഞ്ഞു പോയേക്കാം. ഹല്ലേലൂയ. നമ്മളെ ഹല്ലേലൂയ കൊള്ളില്ല എന്ന്, ചീത്തയായി പോയെന്ന് കണ്ടേക്കാം. പക്ഷേ നല്ല കുശവന്റെ കയ്യിലിരിക്കുന്ന പാത്രം ഹല്ലേലൂയ എത്ര ഉടഞ്ഞതാണെങ്കിലും എത്ര കൊള്ളില്ലാത്ത പാത്രമാണെങ്കിലും ആ ഉടഞ്ഞുപോയ മണ്ണിനെ വീണ്ടും ഒരു പാത്രമാക്കി കർത്താവിന് ഉപയോഗിക്കാൻ പറ്റുന്ന നിലവാരത്തിലേക്ക് ആ പാത്രത്തെ കൊണ്ടുവരുവാൻ ശക്തനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതിനുശേഷം ഈ പൗലോസിനോട് കർത്താവ് പറയുന്ന ഒരു വാഗ്ദത്തമുണ്ട്. ഞാൻ ആ ഭാഗം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുവാൻ താല്പര്യപ്പെടുകയാണ്. പൗലോസിനോട് കർത്താവ് പറഞ്ഞൊരു വാഗ്ദത്തം, ആ ഭാഗം എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു ഭാഗമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനോട് ചേർത്ത് നിർത്തി ഞാൻ ആ ഭാഗത്തെ പറയുവാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 26-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം ഞാൻ എഴുതിയിരിക്കുന്നത്, എങ്കിലും എഴുന്നേറ്റ് നിവർന്നു നിൽക്കുക, നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷൻ ആവാനിരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. ജനത്തിന്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും. ആമേൻ, ഹല്ലേലൂയ. നിലത്ത് വീണ ഒരു പൗലോസിനെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിലത്ത് വീണ ഒരു ശൗലിനെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ? ആമേൻ. കർത്താവ് പറയുകയാണ്, എങ്കിലും എഴുന്നേറ്റ് നിവർന്നു നിൽക്കുക. പൗലോസ് എങ്ങനെ വീണേന്നൊന്നും നമുക്കറിയില്ല. കവിണ്ണാണോ വീണത്, മലർന്നാണോ വീണത്, ചരിഞ്ഞാണോ വീണത്, തലകുത്തിയാണോ വീണത്, ഇതൊന്നും നമുക്കറിയില്ല. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ഒരു കൂട്ടം ആളുകള് വീഴ്ത്താൻ വേണ്ടിയിട്ട് കിടന്ന് പെടാപ്പാട് വിടുമ്പോൾ കർത്താവ് വീണവനെ കരം പിടിച്ച് ഉയർത്തുന്ന കർത്താവാണ്. ഹല്ലേലൂയ. ഈ ചവിട്ടിയിടുമ്പോൾ താഴെയിടുമ്പോൾ എങ്ങനെ വീണെന്നുള്ളത് ഇവിടെ പ്രസക്തിയൊന്നുമില്ല.
ആമേൻ ഹല്ലേലൂയ. എങ്ങനെയാണ് ആമേൻ പൗലോസ് വീണത്, ശൗൽ വീണതൊന്നും ഇവിടെ പ്രത്യേകിച്ച് എഴുതിയൊന്നും കാണിച്ചിട്ടില്ല. എങ്ങനെ വീണെന്ന് പറഞ്ഞാലും കർത്താവ് പറയാണ്, നീ എഴുന്നേറ്റ് നിൽക്കുക, നീ നിവർന്ന് നിൽക്കുക. ആമേൻ ഹല്ലേലൂയ. വീണവനൊരു പ്രത്യേകതയുണ്ട്. അവൻ വീണിട്ട് എഴുന്നേൽക്കുമ്പോൾ അവന് നേരെ നോക്കാൻ പറ്റില്ല. ആമേൻ ഹല്ലേലൂയ. അവന് തല കുനിഞ്ഞിരിക്കും, അവന് നിവർന്ന് നിൽക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. പക്ഷെ കർത്താവ് പറയുക, ആമേൻ കർത്താവിനെ ആമേൻ കരം പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് കർത്താവ് പറയുകയാണ്, എങ്കിലും എഴുന്നേറ്റ് നീ നിവർന്നു നിൽക്കുക എന്ന് പറയുന്ന ആമേൻ ഭാഗത്ത് നമുക്ക് ആമേൻ ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നോക്കണേ പൗലോസിന്റെ സിറ്റുവേഷൻ. ആമേൻ ഞാൻ പിടിച്ചു കിട്ടുമെന്നും ആമേൻ ഹല്ലേലൂയ ആമേൻ ഞാൻ ആമേൻ ഇവരെയൊക്കെ നശിപ്പിച്ചു കളയുമെന്നും ഒക്കെ പറഞ്ഞ് ആമേൻ വീരവാദം മുഴക്കി പോകുന്ന ആമേൻ ശൗലിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആമേൻ ഹല്ലേലൂയ. അവരെ ആമേൻ അവിടെയുള്ളവരെയൊക്കെ ആമേൻ പിടിച്ചു കെട്ടി, എല്ലാവരെയും പിടിച്ചു കെട്ടി ആമേൻ തന്റെ വരുതിക്കാക്കി തീർക്കാമെന്ന് ആമേൻ ഒരു അഹങ്കാരത്തോടെ, ഒരു അഹംഭാവത്തോടെ കടന്നുപോയ ശൗലിപ്പോൾ ആമേൻ ഹല്ലേലൂയ മറ്റുള്ളവരുടെ പരസഹായത്താൽ മുമ്പോട്ട് പോകേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. ആമേൻ കർത്താവ് കൊണ്ടിരുന്ന വഴിയാണ് കേട്ടോ അത്. ആമേൻ ഹല്ലേലൂയ. അഹങ്കാരത്തെ കുറയ്ക്കുവാനായിട്ട് ആമേൻ ഹല്ലേലൂയ നിന്നെ ഞാൻ ആമേൻ ഹല്ലേലൂയ തെരഞ്ഞെടുത്ത പാത്രമാണ്, ഞാൻ പറയുന്ന രീതിയിൽ നീ ഉപയോഗിച്ചാൽ മതി, നീ ഉപയോഗിക്കപ്പെട്ടാൽ മതി എന്ന് ആമേൻ കർത്താവിന് ഇഷ്ടമായതുകൊണ്ട് ആമേൻ ഇപ്പോൾ ആമേൻ പിടിച്ചു കെട്ടുവാൻ ആരോഗ്യമുള്ളവനായിരിക്കാം. ആമേൻ അതിനു വേണ്ടിയിട്ടുള്ള ആമേൻ ഹല്ലേലൂയ എല്ലാ വിധത്തിലുള്ള ആമേൻ ശക്തിയും ആമേൻ ബലവും ആമേൻ ആമേൻ സംസാരിക്കുവാനുള്ള കഴിവും ആമേൻ എല്ലാം ഉള്ളത് കൊണ്ടാണല്ലോ പൗലോസ് ഈ പണിക്ക് ഇറങ്ങിയത് തന്നെ. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഇത്രയും ആളുകളെ ആമേൻ ഈ ആമേൻ സഭയെ ആമേൻ ഹല്ലേലൂയ ഉപദ്രവിക്കുവാൻ, അല്ലെങ്കിൽ ദൈവദാസന്മാരെ ഉപദ്രവിക്കുവാൻ, ദൈവമക്കളെ ഉപദ്രവിക്കുവാൻ അവൻ സാധിക്കുമെന്നുള്ള ആമേൻ ആ ഒരു കോൺഫിഡന്റ് ഉണ്ടല്ലോ, അതിന്റെ പുറത്ത് തന്നെയാണല്ലോ താൻ ഇറങ്ങിയത്. ആമേൻ കർത്താവ് പറയാം, അതൊക്കെ നീ എവിടെ വെക്ക്, ഇപ്പൊ നിനക്ക് എഴുന്നേക്കണമെങ്കിൽ ഞാൻ വിചാരിക്കണം. ആമേൻ ഹല്ലേലൂയ. ഇപ്പൊ നിനക്ക് നടക്കണമെങ്കിൽ പരസഹായം നിനക്ക് വേണം. ആമേൻ ഹല്ലേലൂയ. ഇതാണ് കർത്താവ് കൊണ്ടുവരുന്ന വഴികൾ. കർത്താവ് നമ്മളെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ആമേൻ ഹല്ലേലൂയ, അവൻ ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ വിളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും, നമ്മൾ തിരഞ്ഞെടുത്തവരാണ്, കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ അവൻ ഏത് സാഹചര്യത്തിലും നമ്മളെ കർത്താവോട് കൊണ്ടുവരുവാൻ അവൻ ശക്തനായ ആമേൻ കർത്താവാണ്. ആമേൻ ഹല്ലേലൂയ. ഒരു പക്ഷേ പണമോ ആമേൻ നമ്മുടെ ആമേൻ ഹല്ലേലൂയ മറ്റു ആമേൻ പ്രതാപങ്ങളോ നമ്മൾ വിചാരിച്ചേക്കാം, ഇതൊന്നും ആമേൻ ഹല്ലേലൂയ നമ്മളെ ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് നമ്മൾ ചിലപ്പോൾ വിചാരിച്ചേക്കാം. പക്ഷേ ആമേൻ ഹല്ലേലൂയ അവിടെ നിന്നൊക്കെ ഒരു പരസഹായം കൂടാതെ പോലും അവൻ എഴുന്നേൽക്കാൻ പറ്റാത്ത നിലവാരത്തിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടാക്കുന്നത് ആമേൻ ഹല്ലേലൂയ നമ്മെ നശിപ്പിച്ചു കളയുവാനല്ല, അവൻ നമ്മെ മുടിച്ചു കളയുവാനല്ല. ആമേൻ ഹല്ലേലൂയ കർത്താവ് നമ്മെ നല്ലൊരു ഉപയോഗപാത്രമാക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് കർത്താവിന്റെ പദ്ധതിയായിരുന്നു അത്. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു ആർട്ടിക്കിൾ ഒരു ഭാഗം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, ദൈവസേവയാണെന്ന് കരുതി എരിവോടെ ഭ്രാന്തോടെ ആമേൻ ചെയ്തത് ദോഷമായി ഭവിച്ചു. എന്നിട്ട് കൊടുത്തിരിക്കുകയാണ്, ഭ്രാന്തൻ അന്ധനായി. പൗലോസിനെ പറ്റി ഒരു ഫ്രൈസ് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ. ദൈവസേവയാണെന്ന് കരുതി എരിവോടെ ദൈവമക്കളെ ഉപദ്രവിച്ച അവൻ ഭ്രാന്തോടെ ചെയ്തു വന്നത് തനിക്ക് ദോഷമായി ഭവിച്ചു. അതെങ്ങനെയാണ് ദോഷമായി ഭവിച്ചത് എഴുതിയിരിക്കുകയാണ്, ഭ്രാന്തൻ അന്ധനായി എന്ന് പറയുന്ന ഒരു ഭാഗം. അതിനെ വളരെ ചിന്തിപ്പിച്ചതാണ്. അവന് താൻ ഭ്രാന്ത് കാണിക്കുകയാണ്. കാരണം എങ്ങനെയെങ്കിലും ഈ ആളുകളെ ഒന്ന് നശിപ്പിക്കണം, തനിക്ക് ഇതിനെ കൊണ്ട് സാധിക്കുമെന്നുള്ള ഫുൾ കോൺഫിഡൻറ്റോടെ മുമ്പോട്ട് പോവുകയാണ്. ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഹല്ലേലൂയ സംവാദങ്ങൾ നടത്തുന്നു, ഹല്ലേലൂയ ഇത് തെറ്റാണെന്ന് വരുത്തി തീർക്കുവാനായിട്ട് ശ്രമിക്കുന്നു, അവരെ ഉപദ്രവിക്കുന്നു, അടിച്ചോടിക്കുന്നു. ഇതെല്ലാം തന്നെ കൊണ്ട് സാധിക്കുമെന്ന് താൻ പറയുമ്പോൾ ഹല്ലേലൂയ ഇപ്പോൾ ഹല്ലേലൂയ ഭ്രാന്തൻ ഒരു അന്ധനായിട്ട് മാറിയിരിക്കുകയാണ്. ഇനി മുമ്പോട്ട് പോകാൻ യാതൊരു നിവൃത്തിയില്ല. ഇനി എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ പോലും ആരുടെയെങ്കിലും ഒരു പരസഹായം കൂടാതെ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് പൗലോസ് വന്നു ചേരുകയാണ്. ഹല്ലേലൂയ. ഈ സാക്ഷ്യത്തെയാണ് താൻ അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഹല്ലേലൂയ. ഈ സാക്ഷ്യത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്റെ ജനനം മുതൽ എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ചത് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവൻ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ. ആ വാക്കും കൂടെ വളരെ വ്യക്തമായി ഹല്ലേലൂയ നാം മനസ്സിലാക്കേണ്ടതാണ്. ഹല്ലേലൂയ. ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ. ഹല്ലേലൂയ. എന്നെ വളരെയധികം ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്. കർത്താവ് നമ്മെ ഹല്ലേലൂയ വെറുതെ വിളിച്ചു വേർതിരിച്ചതല്ല. അവനെ
അവൻ നമ്മിൽ വെളിപ്പെടുത്തുവാൻ അവൻ നമ്മളിൽ പ്രസാദം തോന്നി എന്നുള്ളത് അവൻ ഒരു ഭാഗ്യകരമായ ഒരു അവസ്ഥയാണ്. ആമേൻ, ഹല്ലേലൂയ. അവൻ ഇത്രയും സർവശക്തനായ ദൈവം, അവൻ ഇത്രയും വലിയവനായ ദൈവം, ആമേൻ, ഹല്ലേലൂയ. അവൻ ഏഴയായ നമ്മെ, ആമേൻ, ഹല്ലേലൂയ, ആർക്കും വേണ്ടാതെ കിടന്ന് നമ്മെ, ആമേൻ, ഹല്ലേലൂയ, ഇവൻ നശിച്ചു പോകട്ടെ, ഇവൻ മുടിഞ്ഞു പോകട്ടെ എന്ന് ആമേൻ ആമേൻ നമ്മളെ നോക്കി മുദ്ര കുത്തിയ ആളുകളുടെ മുമ്പിൽ, ആമേൻ, ഹല്ലേലൂയ, അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ കർത്താവ് പ്രസാദിച്ചത്, ആമേൻ, ഹല്ലേലൂയ, അതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യകരമായ അവസ്ഥ എന്ന് പറയുന്നത്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് നമ്മെ കർത്താവ് ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്, ആമേൻ, നാം ഇവിടെ ആയിരിക്കുന്നത്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ദൈവം നമ്മിൽ പ്രസാദിക്കുവാൻ കർത്താവ്, ആമേൻ, ഹല്ലേലൂയ, നമ്മോട് കൃപ കാണിച്ചത് കൊണ്ടാണ്, ആമേൻ, നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, അപ്പോസ്തല പ്രവൃത്തികളിൽ തന്നെ 26-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം നമ്മൾ വായിച്ചതാണല്ലോ. ആമേൻ, ആ ഭാഗത്തിൽ മറ്റൊരു ഭാഗം കൂടി ഇങ്ങനെ കൊടുത്തിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ, എങ്കിലും എഴുന്നേറ്റ് നിവർന്നു നിൽക്കുക. ആമേൻ, ഹല്ലേലൂയ. അവന്റെ പൗലോസ് പറയുകയാണ്, നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷൻ ആവാനിരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. അവൻ പൗലോസിനോട് പറയുകയാണ്, അവൻ ഇപ്പോൾ കണ്ടതുപോലെയല്ല, നീ ഇപ്പോൾ കണ്ടത്, ആമേൻ, ഹല്ലേലൂയ, അവൻ മറ്റൊരു തലത്തിലാണ് നീ ഇപ്പോൾ എന്നെ കണ്ടിരിക്കുന്നത്. നീ ഇപ്പോൾ എന്റെ ശബ്ദം മാത്രമേ കേട്ടിട്ടുള്ളൂ. ആമേൻ, ഹല്ലേലൂയ, നീ എന്നെ പൂർണ്ണമായി കണ്ടിട്ടില്ല. ആമേൻ, ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, ഇതൊരു വാഗ്ദത്തമാണ് പൗലോസിന് ആമേൻ അവിടെ കൊടുത്തിരിക്കുന്നത്. ആമേൻ, ഒരു വാഗ്ദത്തമാണ്. നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷനാവാനിരിക്കുന്നതിനും. അവൻ ഇപ്പോൾ കണ്ടതുപോലെയല്ല, അവൻ മറ്റൊരു തലത്തിലേക്ക് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് പ്രത്യക്ഷനാകാൻ പോവുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ഇനി, ആമേൻ, ഹല്ലേലൂയ, അങ്ങനെ ഞാൻ പ്രത്യക്ഷനായ നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. എന്നിട്ട് 17-ാമത്തെ വാക്യത്തിൽ കൊടുത്തിരിക്കുകയാണ്, ജനത്തിന്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും. ആമേൻ, ഹല്ലേലൂയ. നിനക്ക് കഷ്ടത വരില്ല എന്നല്ല പറഞ്ഞത്. ആമേൻ, നിനക്ക് ആമേൻ പ്രയാസങ്ങൾ വരില്ല എന്നല്ല പറഞ്ഞത്. ആമേൻ, ഹല്ലേലൂയ. ഞാൻ നിന്നെ ഇപ്പോൾ നീ എന്നെ ഇപ്പോൾ കണ്ടതുപോലെയല്ല, അവൻ ഇനി നീ എന്നെ കാണാൻ പോകുന്ന വേറൊരു തലമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ആ തലത്തിലേക്ക് നീ എന്നെ കാണുമ്പോൾ ജനത്തിന്റെയും ആമേൻ ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും. ഇന്ന് നീ വീണതുപോലെ ഇനി നീ വീഴത്തില്ല. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് നീ ആമേൻ കിടക്കുന്നത് പോലെ ഇനി കിടക്കേണ്ട ഒരു അവസ്ഥ നിനക്ക് വരികയില്ല. കാരണം ഇപ്പോൾ കണ്ടതുപോലെയല്ല, ആമേൻ, ഞാൻ നിനക്ക് വേണ്ടി പ്രത്യക്ഷനാവാൻ പോകുന്നത്. ആമേൻ, ഇനി മറ്റൊരു തലത്തിലേക്ക് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് പ്രത്യക്ഷനാവാൻ പോവുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ഇനി ഒരുത്തനും അവൻ നിന്നെ തൊടുവാൻ പറ്റുകയില്ല. ആമേൻ, ഹല്ലേലൂയ. നിന്നെ ഇനി ഒരു വ്യക്തിക്കും അവൻ തൊടുവാൻ സാധിക്കുകയില്ല. കാരണം ജനത്തിന്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും. അവൻ കർത്താവ് അനനിയാസിനോട് പറയുന്ന ഭാഗമുണ്ട് കേട്ടോ. ആമേൻ, ഹല്ലേലൂയ. ഈ കഷ്ടത എന്താണെന്ന് ഞാൻ ഈ വ്യക്തിയെ അറിയിക്കാൻ പോവുകയാണെന്ന് അനനിയാസിനോട് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഇത്രയും നാളും ആമേൻ ദൈവമക്കളെ കഷ്ടപ്പെടുത്തിയ, സഭയെ കഷ്ടപ്പെടുത്തിയ ഈ വ്യക്തിയെ അവൻ ഇനി എനിക്ക് വേണ്ടിയിട്ട് അവൻ എങ്ങനെയാണ് കഷ്ടപ്പെടാൻ പോകുന്നതെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. ആമേൻ, ഹല്ലേലൂയ. ആ ഒരു ഭാഗത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ഏതൊക്കെ ആമേൻ നിലവാരത്തിലേക്ക് നമുക്ക് പോകേണ്ടി വന്നാലും, എങ്ങനെയൊക്കെ പോകേണ്ടി വന്നാലും കർത്താവ് ഒരു വാഗ്ദത്തം ഇവിടെ കൊടുക്കുന്നുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ജനത്തിന്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും. ആമേൻ, എങ്ങനെ? ആമേൻ, ഹല്ലേലൂയ. ഞാൻ ഇപ്പോൾ കണ്ടതുപോലെയല്ല, നീ ഇപ്പോൾ എന്നെ കണ്ടതുപോലെയല്ല, നിനക്കിനി ഞാൻ പ്രത്യക്ഷനാവാനിരിക്കുന്നതേ ഉള്ളൂ. ആമേൻ, ഹല്ലേലൂയ. ആ പ്രത്യക്ഷതയിൽ ആമേൻ നീ എന്നെ കാണുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, ഞാൻ നിനക്ക് പ്രത്യക്ഷനാകുമ്പോൾ, ഹല്ലേലൂയ, നിന്നെ വിടുവിക്കേണ്ടവരുടെ കയ്യിൽ നിന്ന് ഞാൻ നിന്നെ വിടുവിക്കും. ജാതികളുടെ ആമേൻ കയ്യിൽ നിന്ന് ഞാൻ നിന്നെ വിടുവിക്കും. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ജനത്തിന്റെ കയ്യിൽ നിന്ന് ഞാൻ നിന്നെ വിടുവിക്കും. ആമേൻ, പാമ്പിന്റെ കയ്യിൽ നിന്ന് ഞാൻ നിന്നെ വിടുവിക്കും. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് പറയുകയാണ്, ആമേൻ, കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നേക്കാം, പക്ഷേ അവിടെയെല്ലാം എന്റെ വിടുതലിന്റെ കരം നിനക്കുണ്ടാവും. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത്, ആമേൻ, ഹല്ലേലൂയ, 16-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഗലാത്യ ലേഖനം ആമേൻ 15-16 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ആമേൻ, ഹല്ലേലൂയ, എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവൻ എന്നിൽ വെളിപ്പെടുത്തുവാൻ സാധിച്ചപ്പോൾ, ആമേൻ, ഹല്ലേലൂയ, തനിക്ക് വളരെ വ്യക്തമായി അറിയാമായിരുന്നു. ആമേൻ, ഹല്ലേലൂയ, കർത്താവ് നൽകിയ വാഗ്ദത്തത്തിൽ നിൽക്കുവാൻ കർത്താവ് സഹായിക്കുമെന്ന് വളരെ വ്യക്തമായി അറിയാവുന്ന ആമേൻ പൗലോസ് പറയുകയാണ്. ഹല്ലേലൂയ. അവൻ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ. ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ദൈവമക്കളെ, ഞാൻ ഈ ഭാഗത്തെ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് ആമേൻ നമ്മെ വിളിച്ചു വേർതിരിച്ചത്
ആമേൻ ഹല്ലേലൂയ ഏതെങ്കിലും ഒരു ആമേൻ ഹല്ലേലൂയ നമ്മൾ വിചാരിച്ച ഏതെങ്കിലും ഒരു സമയത്തല്ല. ആമേൻ പൗലോസിനോടുകൂടി നമുക്ക് പറയുവാനായിട്ട് സാധിക്കണം. ആമേൻ കർത്താവിനെ വിളിച്ചു വേർതിരിച്ചത് എന്റെ ജനനം മുതൽ എന്നെ വിളിച്ചു വേർതിരിച്ച ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആ സത്യാവസ്ഥയെ നമ്മൾ മനസ്സിലാക്കുക, ആ വാസ്തവത്തെ നമ്മൾ മനസ്സിലാക്കുക. ആമേൻ കർത്താവ് നമ്മെ വിളിച്ചത് ആമേൻ ജനനം മുതലാണ്. ഇതിനിടയിൽ പലതും സംഭവിച്ചു പോയേക്കാം, പല വീഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിരുന്നിരിക്കാം. ആമേൻ ഹല്ലേലൂയ പലരും നമ്മെ നോക്കി ആമേൻ ഇനിയും ആമേൻ ഹല്ലേലൂയ ഇവന് ആമേൻ 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 പൊങ്ങി വരുവാൻ സാധിക്കുകയില്ല എന്ന് പലരും ആമേൻ നമ്മളെ നോക്കി മുദ്ര വെച്ചിട്ടുണ്ടാവാം. പക്ഷേങ്കിൽ ഈ ഒരു പ്രത്യാശ നമ്മുടെ ആമേൻ ഉള്ളിൽ ഉണ്ടായിരിക്കട്ടെ. നമ്മെ വിളിച്ചു വേർതിരിച്ചത് ആമേൻ കർത്താവാണ്. അത് ഇപ്പോഴല്ല, നിങ്ങൾ കാണുമ്പോഴല്ല, ആമേൻ ഹല്ലേലൂയ നിങ്ങൾ വിചാരിക്കുന്ന സമയത്തല്ല, ആമേൻ ഹല്ലേലൂയ നിങ്ങൾ വിചാരിച്ച സമയത്തുമല്ല. കർത്താവ് എന്നെ കണ്ടത് എന്റെ ജനനം മുതൽ എന്നെ വിളിച്ചു വേർതിരിച്ചവനാണ്. ആമേൻ ഹല്ലേലൂയ ആ കർത്താവിന്റെ കൃപയാണ് അവൻ ഇന്ന് നമ്മുടെ കർത്താവ് നിലനിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം. ആമേൻ ഹല്ലേലൂയ ആ ദൈവത്തിന്റെ കൃപയുടെ ആമേൻ ഹല്ലേലൂയ അവന് കീഴിലാണ് നാം ആയിരിക്കുന്നതെന്നും ആ കൃപയിലാണ് കർത്താവ് നമ്മെ നടത്തുന്നത് എന്നുമുള്ള ആമേൻ ഹല്ലേലൂയ ആ ഒരു പ്രത്യാശ നമ്മുടെ ഉള്ളത്തിലുണ്ടായിരിക്കട്ടെ. ആമേൻ ഹല്ലേലൂയ നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, നമ്മെ നടത്തുവാൻ അവൻ വിശ്വസ്തനാണ്. അവൻ ജാതികളുടെ കയ്യിൽ നിന്നും ജനങ്ങളുടെ കയ്യിൽ നിന്നും അവൻ നമ്മെ രക്ഷിക്കുവാൻ വിശ്വസ്തനായ ആമേൻ ഹല്ലേലൂയ ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആമേൻ ഹല്ലേലൂയ വിളിക്കുന്നത്. ആമേൻ ആ ഒരു ആമേൻ ഹല്ലേലൂയ ബലത്തോടെ പ്രത്യാശയോടെ ആമേൻ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം. കർത്താവ് നമ്മെ ആമേൻ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സമയത്തുന്ന ആമേൻ ഹല്ലേലൂയ പ്രത്യാശയോടും ആമേൻ സഭയോടുമുള്ള ആമേൻ ഹല്ലേലൂയ നന്ദി അറിയിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.